ഫുഡ് ഉണ്ടാക്കുന്നതും അത് സന്തോഷത്തോടു കൂടി ബാക്കിയുള്ളവർ കഴിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ് അല്ലേ. ഫുഡ് ഉണ്ടാക്കാൻ പൊതുവേ ഇഷ്ടം കൂടുന്നത് എല്ലാവരും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതുകൊണ്ടാണ്. പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ചോദിച്ചു മേടിക്കും, എന്നാലേ എനിക്കൊരു എനർജി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്കൊരു സൺഡേ എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി മട്ടൻ റാവുത്തർ ബിരിയാണിയാണ്. കൂടെ ഞാൻ മട്ടൻ മപ്പാസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ കേട്ടോ, കണ്ണൂർ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ ഗുലാബ് ജാമുനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഫുള്ള് റെസിപ്പി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം പോയി കയറി കാണും കേട്ടോ. അതാ ഇന്നിട്ട് വ്ളോഗിലാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ ജീരകശാല അരി വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ റാവുത്തർ മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. പക്ഷെ ഇപ്പോൾ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 9:30-ക്കൊക്കെ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കുക്ക് ചെയ്യൽ മാത്രമല്ലല്ലോ, നമുക്ക് വീഡിയോസും എടുക്കണ്ടേ, അതും നല്ല നീറ്റായിട്ട് തന്നെ എടുക്കണ്ടേ. ഇന്ന് നമ്മുടെ അടുക്കള നല്ല കളർഫുള്ളായിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ എല്ലാം ആയി നമ്മൾ ഫുഡെല്ലാം കഴിക്കുമ്പോഴത്തേക്കും സമയം 2:15 ആയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്ന് കഴിച്ച് കഴിഞ്ഞ് ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്ഷീണമൊക്കെ അങ്ങ് പമ്പ് കിടക്കും കേട്ടോ. അത്രേ ഉള്ളൂ. ഇതാ ഫൈനലായിട്ട് നമ്മൾ ഗുലാബ് ജാമുനും കൂടി കഴിച്ചിട്ട് അങ്ങ് നിർത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ.